നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ഞാൻ കേട്ടത് ശരിയാണോടാ? എന്ത്? നീ ഇവിടുന്ന് താമസം മാറുവാണെന്ന് കേട്ടു. ഞാനോ? ഇവിടുന്നോ? എന്നാര് പറഞ്ഞു? നീ പുതിയ വീട്ടിലേക്ക് മാറുകയാണെന്ന് ചന്ദ്ര പറഞ്ഞല്ലോ. ചേച്ചി, അവൾക്ക് ഭ്രാന്താ. ഞാൻ ഇവിടം വിട്ട് പോകുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഈ സംശയം ഞാൻ അവളോട് പറഞ്ഞതാ. അപ്പൊ അവൾ എന്നെ വെല്ലുവിളിക്കുവാ. ആരും എങ്ങോട്ടും പോകുന്നില്ല. അവള് വെറുതെ തമാശ പറഞ്ഞതാവും. തമാശയൊന്നും അല്ല അച്ഛാ, അവള് സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഇനി എന്തെങ്കിലും അവള് പ്ലാൻ ചെയ്തിട്ടുണ്ടാളിയാ? എന്ത് പ്ലാൻ ചെയ്താലും എന്താ കാര്യം? ഞാൻ തയ്യാറാവണ്ടേ? ഈ വീടും സ്ഥലവും ചേച്ചിയുടെ പേരിലാണെന്ന് ഞാൻ അവളോടൊരു നുണ പറഞ്ഞു. അപ്പോ മുതല് അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഒരു താല്പര്യമില്ല. ഓ, അതാണോ കാര്യം? നീ എന്തിനാടാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവള് ചിന്തിക്കട്ടെ, അതിനിപ്പോ ചേച്ചിക്കെന്താ? കാഞ്ഞ പുള്ളിയാ അവള്. അവൾ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എന്റെ പേടി. അവൾ എന്തൊപ്പിക്കാനാ? എന്തൊപ്പിച്ചാലും അതിനോട് ഞാൻ സഹകരിക്കണ്ടേ? അവൾക്ക് വേണമെങ്കിൽ പോവാം, ഞാൻ തടയത്തില്ല. എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട, അത് നടക്കാനും പോകുന്നില്ല. പെട്ടെന്ന് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. നീ എന്റെ കൂടെ തന്നെ എന്നും ഉണ്ടാവണോന്ന് എനിക്ക്. അനിയനായിട്ടല്ല, മകനായിട്ട് തന്നെയാടാ നിന്നെ കണ്ടിരിക്കുന്നേ. നീ മാറി താമസിച്ച് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല മോനെ. അതിനാളിയിൽ മാറി താമസിക്കുന്നില്ലല്ലോ. അതെ, പിന്നെന്തിനാ ചേച്ചി വിഷമിക്കുന്നത്? എന്നാലും എന്തുകൊണ്ടാവും അവൾ അങ്ങനെ പറഞ്ഞത്? വെറുതെ അങ്ങനെയൊന്നും പറയുന്ന കൂട്ടത്തിലല്ല അവള്. ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ സിത്തു. അത് തന്നെയാ എന്റെ അഭിപ്രായം. പറഞ്ഞത് അവളായതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. അതെന്താണെന്ന് അറിയണം. വരട്ടെ അളിയാ, അവള് പുതിയ വീടും കൊണ്ട് വരട്ടെ. അപ്പം മറുപടി പറഞ്ഞാ പോരെ ഞാൻ? അത് മതി, അത് മതി. അവള് നാണം കെടുകയുള്ളൂ, അതിലൊരു സംശയവും ആർക്കും വേണ്ട. എന്താ അടിച്ചിരിക്കുന്നത്? ദൈവം എന്റെ കൂടെ ആണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ എന്റെ ശരത്തെ. അല്ലെങ്കിൽ ആരും അറിയാതെ അച്ഛനെ നീ കൊണ്ടുപോകത്തില്ലായിരുന്നോ? കൊണ്ടുപോകുന്ന എന്തിനാന്ന് നിനക്കറിയാവൂ? അത് ചെയ്യുന്നത് നീ ആയതുകൊണ്ട് ഒരിക്കലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ലെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോ നിന്റെ ഒരു കളിയും നടക്കില്ലട ശരത്തെ. അച്ഛനെ നീ തൊടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അതുവരെ ഓർത്തിരിക്കാൻ ഞാനൊരു നാട്ടുപ്രയോഗം പറയാം. തലയ്ക്ക് മീതെ വെള്ളം വന്നാ അതിന് മീതെ തോണി. കേട്ടിട്ടുണ്ടോ അത്? എന്താ അതിന്റെ അർത്ഥം എന്നൊന്ന് ആലോചിക്കും. അപ്പോഴേക്കും ഞാൻ അമ്മയും മുത്തശ്ശിയും കണ്ടിട്ട് വരാം. മോനെ, അവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. അതാ ഞാൻ വിളിച്ചു പറഞ്ഞത്. ആംബുലൻസുമായിട്ട് നീ വന്നിട്ട് ഒടുക്ക അച്ഛനെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് മോശമല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ നടക്കാതെ വരുവോ? രജിസ്ട്രേഷൻ നടക്കും, അതിനൊരു മാറ്റവും. എന്ത് വില കൊടുത്തും ഞാനത് നടത്തിയിരിക്കും. എങ്ങനെ നടത്തുന്നാ പറയുന്നേ? രജിസ്റ്റർ ഓഫീസില് അച്ഛനെ എത്തിക്കണ്ടേ? അത് നടക്കില്ലല്ലോ. അതെ, വിരലടയാളം എടുക്കണ്ടേ? അതില്ലാതെ എങ്ങനെ നടത്താൻ പറ്റും? അതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശി. വിവരം വിളിച്ച് ഞാൻ ചന്ദ്രവക്കീലിനെ അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രയാണല്ലോ ആധാരം എഴുതുന്നത്. എന്താ വേണ്ടെന്ന് ചന്ദ്ര പറയും. എങ്ങനെയെങ്കിലും അത് നടത്തണം മോനെ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടത്താൻ പറ്റാത്ത വിധത്തില് അവൾ അത് തടയും. അമ്മ പേടിക്കണ്ട, എന്തേലും ഒരു വഴി ചന്ദ്ര കാണാതിരിക്കില്ല.
ആ മോനെ, നീ എങ്ങോട്ടാ പോന്നേ? ചന്ദ്ര കാണണം മുത്തശ്ശി. ചില പ്ലാനിങ്ങുകളുണ്ട്. തീരുമാനം ഞാൻ അറിയിക്കാം. വാലിന് തീ പിടിച്ച പോലെ പോകുന്നുണ്ടല്ലോ. എന്താണോ ആവോ ചെയ്യാൻ പോകുന്നത്. വരട്ടെ, നോക്കാം. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. നിന്റെ കയ്യിൽ കാശുവല്ലരിപ്പുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ ചിതല് തിന്നുപോയി. കളിയാക്കണ്ട, എനിക്ക് കാശിന് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്താ അതില്ലാത്തത്? ഞാനേ ക്യാഷ് അടിക്കുന്ന മെഷീനും കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. ചോദിക്കുമ്പോ ഇങ്ങനെ എടുത്തു തരാൻ. ദയവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തണം. അത് നിർത്താൻ പോവാ. അതിനുവേണ്ടി ഇപ്പൊ ഈ കാശ് ചോദിച്ചേ. ഞാൻ എൻ്റെ ഓഫീസിടാൻ പോവാ. വാടകയ്ക്ക് റൂം എടുക്കണ്ടേ? അതിന് അഡ്വാൻസ് കൊടുക്കണം. പിന്നെ ഇന്റീരിയർ എല്ലാം കൂടെ കുറച്ച് പൈസ ചെലവും. ഓഫീസ് ഓപ്പണിംഗ് ആയ പിന്നെ നീ എനിക്കൊന്നും തരണ്ട. പിന്നെ എനിക്ക് താനേ വരുമാനം വന്നോളൂ. എന്റെ കയ്യിൽ കാശില്ല വിഷ്ണു. അത് നുണ. ശരി, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാശില്ല, എനിക്കത് വേണോ താനും. ഞാൻ പിന്നെ വേറെ ആരാണോ ചോദിക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സഹായിക്കേണ്ട ആളാണ് വിഷ്ണു. ഇപ്പൊ സംഭവിക്കുന്നത് നേരെ തിരിച്ച. ഇനിയെങ്കിലും എന്നൊന്നും വെറുതെ വിട്ടൂടെ? മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചെന്ന്. വെറുതെ വിടുക എന്ന് പറഞ്ഞ ഇനി ഞാൻ നിന്നെ അന്വേഷിക്കുക ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തമ്മിലൊരു കരാറില്ലേ, ആ കരാർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിനിടയിൽ കയറി എനിക്ക് ശല്യങ്ങൾ ഉണ്ടാക്കരുതെന്നാ ഞാൻ അർത്ഥമാക്കിയത്. ഞാൻ നിനക്കിപ്പോ ഒരു ശല്യമല്ലടി. അതാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അല്പം ബുദ്ധി പ്രയോഗിക്ക്, എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാവും എന്റെ പ്രയാസം. എനിക്കൊന്നും കേക്കണ്ട. ഓഫീസ് തുടങ്ങാൻ കാശ് വരാൻ പറ്റുമല്ലേ? അത് മാത്രം നീ പറഞ്ഞാൽ മതി. ഓഫീസ് തുടങ്ങി നീ ഷെയർ ചെയ്തോ. നിനക്ക് നിന്റെ പ്രാക്ടീസ് അവിടെ ആവാലോ. അതൊന്നും എനിക്ക് ആവശ്യമില്ല. തന്നെയല്ല, വിഷ്ണു ഈ സിറ്റി തന്നെ ഒരു ഓഫീസ് ഇടുന്നത് ശരിയല്ല. വെറുതെ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് വരും. എന്തിനങ്ങനെ ചെയ്യുന്നേ? അത് നമുക്ക് ദോഷമായിട്ടേ വരൂ. ആളുകളുടെ ശ്രദ്ധയാണോ അതോ അവന്റെ ശ്രദ്ധയാണോ? ആ സിദ്ധുവിന്റെ. അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. തൽക്കാലം ഇപ്പൊ ഓഫീസ് ഇടണ്ട. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഞാനല്ലേ പറയുന്നേ. ഇത്തവണയും കൂടി ഒന്ന് ക്ഷമിക്ക്. ആ ശരി. കാർഡടിക്കണ്ടേ? എന്തിന്? കല്യാണമല്ലേ വരാൻ പോകുന്നത്, അതിന് ആളുകളെ ക്ഷണിക്കണ്ടേ? ആർഭാടമായിട്ട് നടത്താന്നാണോ നീ വിചാരിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കൂ. അപ്പൊ അത് കുറച്ച് നന്നായി നടത്തുന്നതിൽ എന്താ കുഴപ്പം? ഹോൾ എടുത്ത് വേണം കല്യാണം നടത്താൻ. നമ്മുടെ ഭാഗത്തുനിന്ന് വിളിക്കാവുന്നവരെ മുഴുവൻ വിളിക്കണം.